CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം നിരാശ നൽകുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരം സൂപ്പർ കപ്പിന് കളിക്കില്ല എന്നും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്രിയാൻ ലൂണ ടീം വിട്ടേക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാൻ ശ്രമിക്കുക. ഏതായാലും ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നെടുന്തൂണായിട്ടുള്ള അഡ്രിയാൻ ലൂണയെ കുറിച്ചാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണിലേതുപോലെ ഒന്നും തന്നെ ഈ ഒരു സീസണിൽ അഡ്രിയാൻ ലൂണയ്ക്ക് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അഡ്രിയാൻ ലൂണയും കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും മാനേജ്മെന്റും ഒക്കെ നല്ല രീതിയിൽ നിരാശർ തന്നെയാണ്. ഏതായാലും ലൂണയോടനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മാനേജ്മെന്റ് ആണ് അഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനെ നിലവിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മികച്ച പകരക്കാരനെ കണ്ടെത്തുകയാണെങ്കിൽ അടുത്ത സീസണിൽ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവുകയില്ല എന്നും പരസ്പര സമ്മതത്തോടെ ആയിരിക്കും അവസാനിപ്പിക്കുക, അത് കോൺട്രാക്ട് അവസാനിപ്പിക്കുക എന്നൊക്കെയാണ്. ഒരു സീസൺ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ലൂണയ്ക്ക് കളിക്കാനുള്ള കോൺട്രാക്ട് ഉണ്ട്. പക്ഷെ പരസ്പര ധാരണയോടെ അത് മുറിച്ച് കളയാനാവും ഇനി അങ്ങോട്ടുള്ള നീക്കം എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്നും അറിയാൻ സാധിക്കും. ഏതായാലും ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകരും വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിൽ തീർച്ചയായിട്ടും അഡ്രിയാൻ ലൂണ പടിയിറങ്ങുമ്പോൾ സങ്കടം ഉണ്ടാവും. ഏതായാലും ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ തന്നെ സൂപ്പർ താരമായിട്ടുള്ള കോറോ സിംഗിനെ കുറിച്ചാണ്. നമുക്കറിയാം കോറോ സിംഗ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഒരു യങ്ങസ്റ്റ് പ്ലെയർ തന്നെയാണ്. കൂടാതെ നല്ല ടാലന്റ് ഉള്ള ഒരു പ്ലെയർ കൂടിയാണ്. അദ്ദേഹത്തിന് ഇതിനോടകം തന്നെ ഒരുപാട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി റെക്കോർഡുകളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും എനിവേ ഈ ഒരു താരത്തെ കുറിച്ചാണ് നമ്മൾ അപ്ഡേറ്റിൽ പറയാൻ പോകുന്നത്. ഏതായാലും നിലവിൽ കുറെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു സംശയമാണ് സൂപ്പർ കപ്പിന് കോറോ സിംഗ് കളിക്കുമോ എന്നുള്ളത്. ഏതായാലും ഇതിനെക്കുറിച്ച് കൊണ്ട് ഒരു ക്ലബ്ബ് സ്റ്റേറ്റ്മെന്റ് തന്നെ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് കോറോ സിംഗ് ഇനി വരാൻ പോകുന്ന സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് പന്ത് തട്ടുകയില്ല എന്ന് തന്നെയാണ്. ഏതായാലും കോറോ സിംഗിന്റെ റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. നിലവിൽ വ്യക്തിപരമായ കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന യുവ ഫോക്കസ് അഥവാ യുഗ ഫോർവേഡ് സൂപ്പർ താരമാണ് കോറോ സിംഗ് എന്നുള്ളത്. ഏതായാലും കളിക്കാരന്റെയും സാഹചര്യത്തിന്റെയും സ്വകാര്യതയും അഭ്യർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു തന്നെയുണ്ട്. ശരിയായ സമയത്ത് അവൻ തിരിച്ചു വരട്ടെ. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്തു നിന്നും ഒരു ക്ലബ്ബ് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം മാറിയാൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് അഥവാ ഫീൽഡിലേക്ക് വീണ്ടും തിരിച്ചു വരട്ടെ എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മാനേജ്മെന്റ് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതോടുകൂടി നമുക്ക് ഉറപ്പിക്കാം കോറോ സിംഗ് ഈ ഒരു സൂപ്പർ കപ്പിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടുകയില്ല. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ചെറിയ രീതിയിൽ സന്തോഷവും കൂടാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് പ്രതീക്ഷകളും നൽകുന്ന റിപ്പോർട്ട് തന്നെയാണ്. ഏതായാലും ഈ റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു സൂപ്പർ താരത്തെ തന്നെ നോട്ടമിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഏതായാലും ഇത് അഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനെയാണ് നോട്ടമിട്ടിട്ടുള്ളത് എന്നാണ് ഏറ്റവും കൂടുതൽ സന്തോഷമേകുന്നത്. ഏതായാലും താരം ഇതുവരെ തീരുമാനമായിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് അതിയായി ആഗ്രഹിക്കുന്നു, നല്ല രീതിയിൽ പ്രയത്നിക്കുന്നു ഒക്കെ ഉണ്ട്. ചെന്നൈയിൻ എഫ്സിയുടെ സൂപ്പർ താരമായിട്ടുള്ള അഥവാ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സൂപ്പർ താരമായിട്ടുള്ള കോണർ ഷിൽഡ്സിനെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സ്കോട്ടിഷ് പ്ലെയറുടെ നിലവിലെ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് 4 കോടിയോളം രൂപയാണ്. കൂടാതെ തന്നെ അദ്ദേഹം അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിലും കൂടാതെ തന്നെ സെന്റർ മിഡ്ഫീൽഡറും ആയിട്ടും കൂടാതെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും ഈ ഒരു 3 പൊസിഷനും കൈകാര്യം ചെയ്യാൻ കേൾപ്പുള്ള ഒരു താരം കൂടിയാണ് ഈ ഒരു താരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ബ്ലാസ്റ്റേഴ്സിന് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ഏതായാലും ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.